സത്യത്തിൽ സെലൻസ്കിക്ക് എന്താണ് ആവശ്യമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഈ യുദ്ധമെല്ലാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നാറ്റോ മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് വേണം, നാറ്റോയിൽ ഞങ്ങൾ ഒരംഗമായാൽ മാത്രമേ റഷ്യയുടെ അഗ്രഷൻ ഞങ്ങളെക്കൊണ്ട് കുറയ്ക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ കാരണമാണ് ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായത് തന്നെ. എന്നാൽ 3 വർഷമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പലതവണ സെലൻസ്കി അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട്. പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ നാറ്റോ മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല, ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിലെ ഒരു മെമ്പർഷിപ്പ് ലഭിച്ചാൽ മാത്രം മതി, നാറ്റോയിൽ ഞങ്ങൾ എന്തിനു ചേരണം, റഷ്യയിൽ നിന്നും ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നാറ്റോ ആവശ്യമേ ഇല്ല എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഇപ്പോ അവർക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉക്രൈന്റെ ഫോറിൻ മിനിസ്ട്രി നാറ്റോ മെമ്പർഷിപ്പ് വേണം എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഉക്രൈൻ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്നും നാറ്റോ മെമ്പർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഉക്രൈൻ ഉള്ളത്. ഉക്രൈൻ ഇപ്പോൾ സമാധാനമാണ് ആവശ്യം. അതും ഉക്രൈൻ ഭൂമിയെ റഷ്യയുടെ കൈകളിലേക്ക് നൽകിക്കൊണ്ട് ഉക്രൈൻ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്ന് ഉക്രൈന്റെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്നും ഒരു പ്രസ് റിലീസ് പുറത്തു വന്നു. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ വേഴ്സസ് ഉക്രൈൻ, ഈ ഒരു പ്രശ്നത്തിന്റെ മൂല കാരണം നാറ്റോയാണ്. കാരണം സോവിയറ്റ് യൂണിയനിൽ നിന്നും ഉക്രൈൻ വേർപിരിഞ്ഞതിനു ശേഷം റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ, അല്ലെങ്കിൽ റഷ്യയ്ക്കും സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞുപോയ പല രാജ്യങ്ങൾക്കും ഇടയിൽ പല കരാറുകൾ ഉണ്ടായി. അതായത് നാറ്റോ എന്ന സംഘടന ഉണ്ടാകാൻ കാരണം തന്നെ റഷ്യയാണ്. സോവിയറ്റ് റഷ്യയെ കൗണ്ടർ ചെയ്യണം എന്നതിനു വേണ്ടിയാണ് ഈ നാറ്റോ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ സോവിയറ്റ് റഷ്യ നശിച്ചതിന് ശേഷം നാറ്റോയ്ക്ക് യാതൊരു ജോലിയുമില്ലായിരുന്നു. എങ്കിൽ പോലും അമേരിക്ക ഈ സോവിയറ്റ് റഷ്യയെ മാത്രം അല്ല ശത്രുവായി കണ്ടത്, റഷ്യയെയും. ഒരു രാജ്യം പുതുതായി രൂപം കൊണ്ടു. ആ രാജ്യത്തിന്റെ പക്കൽ ആണവായുധം ഒരുപാടുണ്ട്. എത്ര തന്നെ അവരുടെ പക്കൽ സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ ഇല്ലെങ്കിലും ആണവായുധങ്ങൾ കാരണം നമുക്ക് ഭാവിയിൽ പ്രശ്നം വരാം. ലോകത്തിൽ നമ്മൾ മാത്രമായിരിക്കണം ഒരു പരമോന്നത ശക്തി എന്ന ചിന്തയിൽ നാറ്റോയുടെ വിപുലീകരണത്തെ അമേരിക്ക തടഞ്ഞില്ല. യൂറോപ്യൻ യൂണിയനിൽ ജർമ്മനി മുതൽ ഓരോ രാജ്യമായി നാറ്റോയിൽ ചേർന്നതിനു ശേഷം സോവിയറ്റ് യൂണിയനിൽ നിന്നും തകർന്നുപോയ രാജ്യങ്ങളെ പോലും ഈ ഒരു ഫെഡറേഷനിൽ അംഗമായി ചേർക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോൾ പോലും റഷ്യ അത് വലിയ കാര്യമാക്കിയില്ല. കാരണം മറ്റു രാജ്യങ്ങൾ, ഈ ബാൾട്ടിക് രാജ്യങ്ങൾ അല്ലെങ്കിൽ എക്സ് സോവിയറ്റ് രാജ്യങ്ങൾ കാരണം റഷ്യക്ക് വലിയ രീതിയിലുള്ള നേട്ടമൊന്നുമില്ലായിരുന്നു. സെക്യൂരിറ്റി വൈസ് നോക്കിയാൽ നേട്ടമോ കോട്ടമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ എപ്പോഴാണോ ഉക്രൈൻ നാറ്റോയിൽ ഒരു മെമ്പർഷിപ്പ് വേണം എന്നാവശ്യപ്പെടാൻ തുടങ്ങിയത്, അങ്ങനെ ഒരു സംസാരമുണ്ടായത്, അപ്പോൾ തന്നെ റഷ്യക്ക് അത് വലിയൊരു സുരക്ഷാ ആശങ്കയുണ്ടാക്കി. നാറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ റഷ്യയെ നശിപ്പിക്കണം എന്നുള്ളതാണ്. അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ ആ രാജ്യങ്ങളിലെ ആണവായുധങ്ങൾ ഉക്രൈനിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അത് റഷ്യക്ക് ഗുണകരമേ ആയിരിക്കില്ല. ഇതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം സംഭവിക്കാൻ തന്നെ പ്രധാന കാരണം. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള സെലൻസ്കിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറിയണം. 2022 മുതൽ 2023 വരെയും നാറ്റോയിൽ ഞങ്ങൾ ചേരണം, റഷ്യയുടെ അഗ്രഷൻ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ റഷ്യ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാറ്റോ അംഗത്വമില്ലാതെ മറ്റു മാർഗം ഇല്ല എന്ന സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. എന്നാൽ പിന്നീട് റഷ്യയുമായി നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാനാകില്ല, എങ്ങനെയെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക മാത്രമാണ് ഉക്രൈന്റെ വിജയം. അതായത് ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നതിനപ്പുറം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ മാത്രം മതി, അത് തന്നെ ഉക്രൈന്റെ ഒരു വിജയമായി മാറും എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ നിന്നും പതിയെ പതിയെ മാറാൻ തുടങ്ങി. നാറ്റോ മെമ്പർഷിപ്പ് തീർച്ചയായും വേണം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ മാത്രം മതി, നാറ്റോ മെമ്പർഷിപ്പ് ഇപ്പോ ഇവിടെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നില്ല, ഭാവിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നും പതിയെ വ്യതിചലിക്കാൻ തുടങ്ങി. ഇപ്പൊ ഉക്രൈന്റെ ഫോറിൻ മിനിസ്ട്രി പ്രസ് റിലീസിൽ ഒരു കാര്യം പറഞ്ഞു, ഉക്രൈന് നാറ്റോ മെമ്പർഷിപ്പ് ആവശ്യമായ ഒന്നാണ്, നാറ്റോയിൽ ഞങ്ങൾ ചേർക്കാം, നാറ്റോയിലുള്ള രാജ്യങ്ങളിൽ നിങ്ങളും ഒരു അംഗമായി മാറുമെന്ന് എപ്പോഴാണോ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും ഒരു ഉറപ്പ് ലഭിക്കുന്നത് അന്നാണ് ഉക്രൈന് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. എന്നാൽ അതിനുമപ്പുറം ഇപ്പോൾ നിങ്ങളെ നാറ്റോയിലെ അംഗമാക്കാം,
നാറ്റോ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രാരംഭഘട്ട ജോലികൾ തുടങ്ങിയാൽ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനത്തിൽ വരും. നാറ്റോയുടെ പങ്കാളിത്തമില്ലാതെ ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. നാറ്റോയെ കൊണ്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പറഞ്ഞു. കൂടാതെ ടെപ്സ് മെമ്മറാണ്ടം എന്ന ഒരു കാര്യം 1994 സോവിയറ്റ് യൂണിയനിലെ എല്ലാ ആയുധങ്ങളും ഉക്രൈനിലുണ്ടായിരുന്നു. ആ സമയം ഉക്രൈനിലുള്ള ആണവായുധങ്ങൾ എടുത്ത് വീണ്ടും റഷ്യയുടെ പക്കലേക്ക് തന്നെ നൽകി. അതിന് ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകുന്നത് പോലെ UK, അമേരിക്ക, റഷ്യ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ സുരക്ഷ നൽകും, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞങ്ങൾ സംരക്ഷണം നൽകുമെന്നുള്ളൊരു കരാർ. എന്നാൽ ആ കരാറിന് ഇപ്പൊ യാതൊരു വിലയും ഇല്ലാതായിട്ടുണ്ട്. അത് കാരണം യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉക്രൈന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ എഗ്രിമെന്റ് ഒന്നും ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയും നാളെ വീണ്ടും റഷ്യയുടെ അഗ്രഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും വെസ്റ്റേൺ കൺട്രീസിനെ വിശ്വസിച്ച് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ നാറ്റോയ്ക്കുള്ളിൽ ഒരു അംഗമായാൽ മാത്രമേ ഉക്രൈന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്നാൽ സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്ന ആ ഒരു പ്രസ് റിലീസ് ഇതുമായി യാതൊരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ല. അതിലവർ പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴത്തേക്ക് അവസാനിക്കണം, ഇത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതുവരെയും സെലൻസ്കി പറഞ്ഞത് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ യുദ്ധത്തെ ഞങ്ങളെ കൊണ്ട് ജയിക്കാൻ സാധിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ എതിർത്ത് ഉക്രൈന് ജയിക്കാൻ സാധിക്കും. അങ്ങനെ ജയിക്കാൻ ഞങ്ങൾ ആളുകളുടെ സഹായം ചോദിക്കുന്നില്ല, ആയുധ സഹായം മാത്രം നൽകുക. ആയുധങ്ങൾ നൽകി നിങ്ങൾ പുറത്തുനിന്ന് കാഴ്ചക്കാരായി നോക്കി നിന്നാൽ മാത്രം മതി. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ കൊണ്ട് യുദ്ധം ജയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴുള്ള ഈ പ്രസ്താവനകൾ വരുന്നതിന് മുൻപ് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയും, ആവശ്യമായ ആയുധങ്ങൾ മാത്രം നൽകുക എന്ന്. എന്നാൽ ഇപ്പോൾ സെലൻസ്കി പറഞ്ഞത് ഉക്രൈന് സമാധാനം വേണം, അതിനുവേണ്ടി ഈ യുദ്ധം മുൻകൂട്ടി അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാറ്റോയുടെ മെമ്പർഷിപ്പ്, അതിനെക്കുറിച്ച് ഭാവിയിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോ അത് അത്യാവശ്യമായ ഒന്നായി തോന്നുന്നില്ല. എന്നാൽ ഉക്രൈൻ പ്രദേശങ്ങളെ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നാൽ പോലും, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അതൊരു കണ്ടീഷനായി വച്ചാൽ പോലും അതിനും ഞങ്ങൾ തയ്യാറാണ്. നഷ്ടപ്പെട്ട സ്ഥലങ്ങളെ എങ്ങനെ തിരിച്ചെടുക്കണമെന്നുള്ളത് ഭാവിയിൽ നയതന്ത്രപരമായി തീരുമാനിക്കാം. രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ചർച്ച നടത്തി അത് തീരുമാനിക്കാം. ഇങ്ങനെ ഇവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അപ്പോ കാര്യങ്ങളെല്ലാം എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഒരു ഭാഗത്ത് ഫോറിൻ മിനിസ്ട്രി പ്രദേശങ്ങളൊന്നും നൽകാൻ സാധിക്കില്ല, നാറ്റോ മെമ്പർഷിപ്പ് നൽകുക എന്ന് പറയുന്നു. മറുവശത്ത് പ്രസിഡന്റ് ഓഫീസിൽ നിന്നും നാറ്റോ അംഗത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഉക്രൈൻ ഇപ്പോഴുള്ളത്. ഉക്രൈൻ പ്രദേശങ്ങൾ നൽകുകയും വീണ്ടും അത് നയതന്ത്രപരമായി തിരികെ എടുക്കാം, അതിനായിട്ടുള്ള ശ്രമങ്ങൾ എടുക്കുമെന്ന് അവരും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇതുതന്നെയല്ലേ ആരംഭം മുതൽ എല്ലാവരും പറയുന്നത്: പ്രദേശം നൽകി യുദ്ധം അവസാനിപ്പിക്കുക. ഈ യുദ്ധം ഇപ്പൊ അവസാനിപ്പിക്കാൻ എന്ത് വഴിയാണോ അതാദ്യം ചെയ്യുക. ഇതാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് സെലൻസ്കിക്ക് ഓരോ കാര്യമായി മനസ്സിലാകുന്നത്. ഇതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് ഫ്രണ്ട് ലൈൻ അപ്ഡേറ്റ്സ് വീണ്ടും ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സിറിയയിൽ യുദ്ധം ചിന്തിക്കുന്നതിലും അധികമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അവസാന 24 മണിക്കൂറിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടന്നു. പ്രധാനമായും ഉക്രൈൻ പല സ്ഥലങ്ങളിൽ ട്രെഞ്ച് വാർഫെയറിൽ തീവ്രത കൂട്ടാൻ തുടങ്ങി. കൂടുതൽ ട്രെഞ്ചസ് ഉണ്ടാക്കുകയും അവിടെ FPV ഡ്രോൺസ് ഉപയോഗിച്ച് ആക്രമിക്കാനും തുടങ്ങി. റഷ്യയുടെ മുൻനിരയിലുള്ള സൈനികർക്ക് നേരെ ടാർഗറ്റഡ് സ്ട്രൈക്ക് ചെയ്യുകയും സൈനികർ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ കൊളാപ്സ് നടത്താനും ഉക്രൈൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതല്ലാതെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും ലഭിച്ചില്ല. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.